ഹായ് ഗൈസ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന പുതിയ സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സെഗ്മെൻറ്റിൽ വെൽത്ത് ക്രിയേഷൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിൽ 99% ആളുകളും ജോലി ചെയ്തോ അല്ല എങ്കിൽ ബിസിനസ് ചെയ്തോ മറ്റോ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മന്തിൻ്റെ പകുതിയാകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ട് ഡ്രൈ ആവുകയും ചെയ്യാറുണ്ട്. യൂട്ടിലിറ്റി ബില്ലുകൾ, EMI അങ്ങനെ പല രീതിയിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. കയ്യിലേക്ക് എത്തുന്ന ക്യാഷ് കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ നല്ലൊരു ശതമാനം ആളുകളും സക്സസ് അല്ല എന്നോ പൂർണ്ണ പരാജയം എന്നോ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സായ രണ്ടാളുകളുടെ പേര് ഓർക്കുക. ഒരാൾക്ക് കിട്ടുന്ന സാലറി 30,000 പെർ മന്തും മറ്റൊരാൾക്ക് 2 lakh പെർ മന്തും ആണെന്ന് കരുതുക. കാലങ്ങൾ കടന്നുപോയി. 15 വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ടു ബി ഫ്രാങ്ക്, വി ക്യാൻ പ്രിഡിക്റ്റ്. ഒബ്വിയസ്ലി നമ്മൾ വിചാരിക്കുന്നത് 2 lakh പെർ മന്ത് സാലറി ഉള്ള ആളായിരിക്കും എന്നാണ്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. 30,000 മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ഫ്രണ്ടിന് 2 lakh മന്ത്ലി സാലറി വാങ്ങിക്കുന്ന ആളിനേക്കാൾ കൂടുതലോ അല്ല എങ്കിൽ ഈക്വലായോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് സത്യം. ഓൺലി തിങ് ഈസ് ദാറ്റ് യു നോ ഹൗ ടു ക്രിയേറ്റ് വെൽത്ത്. അതത്ര സിമ്പിളായ കാര്യമല്ല. കിട്ടുന്ന ക്യാഷ് ബാങ്കിലിട്ട് സൂക്ഷിച്ചാൽ അത് വെൽത്ത് ക്രിയേഷനായി എന്നാണ് 90% മലയാളികളും കരുതുന്നത്. പ്രോപ്പറായി വെൽത്ത് ക്രിയേഷനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവരോ ഓൾറെഡി വെൽത്ത് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തവരോ ആയ എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? പ്ലീസ് കമൻറ്റ് ഓൺ ദാറ്റ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഈ സെഗ്മെൻറ്റിൽ ഡീറ്റെയിലായി തന്നെ വെൽത്ത് ക്രിയേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. മലയാളികളുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തെന്നറിയുമോ? സ്വന്തം ഫിനാൻഷ്യൽ പ്രോബ്ലം ഷെയർ ചെയ്യാനുള്ള മടി എന്നത് തന്നെയാണ്. പ്രോബ്ലംസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നതല്ല, ഇൻ ബിറ്റ്വീൻ ഫാമിലി പോലും അവർ ഷെയർ ചെയ്യില്ല എന്നതാണ് സത്യം. ഈ വീഡിയോ കാണുന്നവർ ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങളും അക്കൂട്ടരിൽ ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്കായുള്ള സെഗ്മെൻ്റാണ് ഇവിടെ തുടങ്ങുന്നത്. നമ്മൾ മലയാളികളിൽ മെജോറിറ്റി ആളുകളും 60 വയസ്സിന് ശേഷം മക്കളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അത് നമ്മുടെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ ഒക്കെയാകാം. ബട്ട് ആ ഡിപ്പെൻഡൻസി ഒരു റിസ്ക് തന്നെയാണ്. ഇനി വരുന്ന തലമുറ പേരൻസിനെ നോക്കുമെന്ന് ആർക്കാണ് ഗ്യാരണ്ടി പറയാൻ കഴിയുക? സോ അത്തരം റിസ്കുകൾ എത്രയും വേഗം തന്നെ തിരിച്ചറിയുക തന്നെ വേണം. ഇനി പറയുന്ന കാര്യം ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് 65 വയസ്സായി, എന്നാൽ നിങ്ങൾ ധനികനാണ്. ആവശ്യത്തിനോ അതിലധികമോ ക്യാഷ് ഉണ്ട്. സ്വന്തം കാര്യങ്ങൾ നിറവേറ്റാൻ ഇഷ്ടം പോലെ ക്യാഷ്. മക്കൾക്കോ ഗ്രാൻഡ് പേരൻസിനോ ഒക്കെ ഇൻ ബിറ്റ്വീൻ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കാൻ കഴിയുക. ആരെയുമെങ്കിലും സഹായിക്കണമെന്ന് തോന്നിയാൽ മടി കൂടാതെ സഹായിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ജീവിതം നയിക്കാൻ കഴിഞ്ഞാൽ കൈൻഡ് ഓഫ് പ്രൗഡ് തന്നെയാണ്, വിലമതിക്കാനാവാത്തത്. എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമായിരിക്കുകയും അവർ നിങ്ങൾക്ക് വില തരികയും ചെയ്യും. ഇനി ഇതിന് ഓപ്പോസിറ്റായി ചിന്തിക്കാം. ജീവിതകാലം മുഴുവനും കുടുംബത്തിനായി പണിയെടുത്തു, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഫാമിലിക്ക് വേണ്ടി ചെയ്തു. മക്കളെയും മരുമക്കളെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക. കുടുംബത്തിന് വേണ്ടി എത്രമാത്രം സാക്രിഫൈസ് ചെയ്തിരുന്നു എങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പതിയെ പതിയെ മറക്കും. മാത്രമല്ല, നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു എന്നൊക്കെ നമ്മളുടെ മരുമക്കൾക്കോ പേരക്കുട്ടികൾക്കോ അറിയണം എന്നുമില്ല. വാർദ്ധക്യം പ്രൗഡായി തന്നെ ജീവിക്കേണ്ടതാണ്, അത് ഡിപ്പെൻഡൻ്റായി ജീവിക്കേണ്ടതല്ല. പ്രായമാകുമ്പോഴുള്ള ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസ് അതൊട്ടും തന്നെ നല്ലതല്ല. അതിനുവേണ്ടി ചില കാര്യങ്ങൾ എത്രയും വേഗം തന്നെ ചെയ്തു തുടങ്ങേണ്ടതുണ്ട്.